ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓംലേറ്റ് ആണ്. വേണമെങ്കിൽ നമുക്കിതിനെ വെജ് ഓംലേറ്റ് എന്നും വിളിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. 1 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത് മാവ് ഒന്ന് ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റെഡിയാക്കാം. അതിനായി ഈ മിക്സിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെ ആയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു വിസ്ക് ഉപയോഗിച്ച് ഈ മിക്സ് കുഴയ്ക്കുകയാണെങ്കിൽ കട്ടകളൊന്നും കെട്ടാതെ തന്നെ ഈ മാവ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. നമുക്കിതിലേക്ക് ഇനി കുറച്ച് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവോളയാണ്. 1/2 കപ്പ് സവോളയുണ്ട്. അടുത്തതായി 1/2 കപ്പ് ക്യാപ്സിക്കം ആണ് ചേർത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ തക്കാളി ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതോടൊപ്പം എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കുക. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഈ മാവ് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ്, ഇത്തിരി കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കുഴയ്ക്കുക. ഇത്തിരി വെള്ളം കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഈ മാവ് ഒന്ന് ചെറുതായി ലൂസാകും. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. നമുക്കിനി എങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ദോശത്തവ എടുക്കാം. ദോശത്തവ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ മാവ് ഒഴിച്ച് പരത്തി കൊടുക്കുക. നന്നായി പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് പച്ചക്കറികളൊക്കെ ഉള്ളത് കാരണം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പം ഈ ലോ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വരും. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് മറുവശവും കൂടി നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്കിത് കഴിക്കാം. കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക്